ഇവിടെ ഒരു യുവാവിന്റെ മുതുകിപ്പോൾ കല്ലായി മാറിയിരിക്കുന്നു. അതിനാൽ ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ കല്ലിനിടയിലെ ഗ്യാപ്പൊക്കെ ക്ലീൻ ചെയ്യുകയായിരുന്നു. പെട്ടെന്നാണ് അയാളുടെ ശരീരത്തിൽ നിന്നും ചുവന്ന മണ്ണ് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങിയത്. മനുഷ്യ ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകുന്ന പോലെയായിരുന്നു മണ്ണ് പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. ആദ്യമായി ഉണ്ടായ ഇത്തരത്തിലൊരു അനുഭവം ആ ഡോക്ടറെ ആകെ പരിഭ്രാന്തിയിലാക്കി. പെട്ടെന്നാണ് അയാളുടെ മുതുകിലെ പാറക്കല്ലുകൾ പൊട്ടി അതിൽ നിന്നും കുറെ ചുവന്ന മണ്ണുകൾ പുറത്തു വരാൻ തുടങ്ങിയത്. ആക്ച്വലി അത് കാണുമ്പോൾ ജീവനുള്ള മനുഷ്യന്റെ ശരീരം മുഴുവൻ പൊട്ടി അതിൽ നിന്നും രക്തം വരുന്നത് പോലെയായിരുന്നു. എന്നാൽ ആ ഒരു രംഗം കണ്ട് ഡോക്ടറും അയാളും ഒരുപോലെ ഞെട്ടി. പെട്ടെന്ന് തന്നെ ആ ഡോക്ടർ ഓടിച്ചെന്ന് ആ മുറിവ് കവർ ചെയ്യാൻ ശ്രമിച്ചു. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പുതിയൊരു തരം ഡിസീസ് ലോകത്തിൽ ഉടലെടുത്തിരിക്കുകയാണ്. ഈ വൈറസ് ആർക്കെങ്കിലും ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് അവരൊരു കല്ലായി മാറുന്നു. പുറമെ ഇങ്ങനെയൊരു വലിയ വൈറസ് പടരുന്ന സമയത്താണ് ഒരു പെൺകുട്ടി ബ്യൂട്ടി പാർലറിൽ പോയി ടാറ്റു ചെയ്യുന്നത്. ആ ഡിസീസ് കൂടുതലായി സ്പ്രെഡ് ആവുന്നത് സലൈവയിലൂടെയും രക്തത്തിലൂടെയുമായിരുന്നു. അതിനാൽ തന്നെ ടാറ്റു ചെയ്ത് വീട്ടിലെത്തിയ പെൺകുട്ടിയുടെ അവളുടെ അമ്മ നല്ല രീതിയിൽ വഴക്ക് പറയുന്നുണ്ട്. കാരണം ഇതുപോലെ ടാറ്റു ചെയ്യുന്നത് വഴി ആ സ്റ്റോൺ ഡിസീസ് എന്ന പുതിയ രോഗം വരാൻ കൂടുതൽ സാധ്യതയുണ്ടായിരുന്നു. അതിനാൽ പിറ്റേന്ന് തന്നെ അവളുടെ അമ്മ അവളെ കൂട്ടി ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് നടത്തുകയാണ്. എന്നാൽ ടെസ്റ്റ് ചെയ്ത് അതിന്റെ റിസൾട്ട് വരാൻ 1-2 ആഴ്ച കഴിയുമായിരുന്നു. എന്നാൽ ഒരു ദിവസം ആ പെൺകുട്ടി ക്ലാസ്സിൽ ഇരിക്കുന്ന ടൈമിൽ ആ പെൺകുട്ടി ടാറ്റു ചെയ്ത ഭാഗത്ത് നിന്ന് ബ്ലഡ് വരാൻ തുടങ്ങി. കണ്ട് പേടിച്ചു പോയ ടീച്ചറും മറ്റ് സ്റ്റുഡൻസും അവളുടെ നഴ്സിംഗ് റൂമിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അവളപ്പോൾ നഴ്സിംഗ് റൂമിലേക്ക് പോകാതെ വീട്ടിലേക്കാണ് പോയത്. അവൾ അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ അവിടെ അവളുടെ അങ്കിൾ, അതായത് അമ്മയുടെ സഹോദരൻ വന്നിരുന്നു. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവളുടെ റിസൾട്ട് എന്തെന്നറിയാൻ അവൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. ഇവിടെ വെച്ച് അവൾ സ്റ്റോൺ ഡിസീസ് വന്ന ഒരു വ്യക്തിയെ കാണാനിടയാകുന്നു. ഇതൊക്കെ കണ്ടവൾ ആകെ പേടിച്ചെങ്കിലും അവളുടെ റിസൾട്ടിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.